ഹലോ, ഞാൻ ജിൻസൺ സെൻസ്ലാവസ്. ഇന്ന് നമുക്കൊരു പ്രവാസിയുടെ ഒരു കഥ കേട്ടാലോ. ഒരു വലിയ സ്വപ്നം നിറച്ചൊരു ബാഗ് കിട്ടിയൊരു ദിവസം വീട്ടുകാരുടെ കയ്യിൽ നിന്ന് ഒരു കഞ്ഞിവെള്ളം പോലും വാങ്ങിക്കാതെ അച്ഛൻ്റെ കണ്ണിൽ നിന്നും അതിൽ പറഞ്ഞ കാഴ്ചകളെല്ലാം കടന്ന് ഒറ്റ വണ്ടിയിൽ കയറിപ്പോയിട്ട് പ്രവാസം എന്ന പേരിലെ എൻ്റെ ആദ്യത്തെ ഒറ്റപ്പെടലായിരുന്നു അത്. തിരിഞ്ഞു നോക്കാതെ മടിക്കുന്ന നമ്മുടെ ആ ഒരു മനസ്സും കലങ്ങിയ കണ്ണുകളും വീട്ടുകാരുടെ ആ ഒരു സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി ആർക്ക് വേണ്ടി നമ്മളിതാ വീണ്ടും മറ്റൊരു ലോകത്തേക്ക്, ഒറ്റപ്പെടലിൻ്റെ ലോകത്ത് പരിചയമില്ലാത്ത കെട്ടിടങ്ങൾ, പരിചയമില്ലാത്ത മുഖങ്ങൾ, സന്തോഷം നടിച്ചെടുക്കുന്ന നമ്മുടെ ജോലികൾ, ഒന്ന് പിന്തിരിഞ്ഞ് നോക്കിയാൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ വീട്ടുകാരുടെ ശബ്ദം, വീട്ടുകാരുടെ മുഖം മാത്രമേ ഉണ്ടാവുള്ളൂ. എത്ര വൈകിയായാലും വീട്ടിൽ വരുന്ന ആ ഫോൺ കോളുകൾ, മോനെ നീ വല്ലതും കഴിച്ചോ, അല്ലെങ്കിൽ മക്കളെ നീ വല്ലതും കഴിച്ചോ എന്ന് അമ്മയുടെ, അച്ഛൻ്റെ, ഭാര്യയുടെ, ഭർത്താവിൻ്റെ അവരുടെ ആ വാക്കുകൾ. ചിലപ്പോഴൊക്കെ ഞാൻ ആലോചിക്കും, എന്തിനു വേണ്ടിയായിരുന്നു ഇവയൊക്കെ? വീട് പണിയാനോ, അതോ കുട്ടികളെ പഠിപ്പിക്കാനോ, അതോ അവർക്കിടയിൽ ഞാനാകാതെ പോയി? അതായിരുന്നു എല്ലാ പ്രവാസിയുടെ ഏറ്റവും വിഷമം. അതുപോലെ തന്നെ എൻ്റെ കുട്ടികളുടെയൊക്കെ ആദ്യത്തെ നാട് പറച്ചിലുകൾ, ഭാര്യയുടെ പിറന്നാൾ, വീട്ടുകാരുടെ ആനിവേഴ്സറി ആഘോഷങ്ങൾ, കൂട്ടുകാരുടെ എല്ലാതും നഷ്ടപ്പെട്ട് എല്ലാം ഒരു ഫോൺ വിളിയിലൂടെ മാത്രം കാണുന്ന നമ്മുടെ ഒരു കൊച്ചു ലോകം, നമ്മൾ മാത്രമുള്ള ഒരൊറ്റ മുറിയിൽ നമ്മുടെ ജീവിതം. അച്ഛാ ഇന്ന് ഞാൻ സ്കൂളിൽ പോയി, പപ്പയെ ഞാനിന്ന് അവിടെ പോയി, അവരുടെ മുഖം പോലും നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റാതെ തീർത്തും നിസ്സഹായമായ ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ. ഒരുപക്ഷെ അവന് പോലും അറിയില്ല എന്തിനാണ് അവൻ പോയത്. ബാധ്യതകൾ തീർക്കാനായിട്ട് എല്ലാതും. ഒടുക്കം കുഴഞ്ഞു പോയ നമ്മുടെ തന്നെ സ്വന്തം ജീവിതം നമ്മളൊരിക്കലും ആഗ്രഹിച്ച വഴിയിലൂടെ അല്ലായിരുന്നു. അവർ പോയതൊരിക്കലും അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയല്ല, പക്ഷെ ബാക്കി എല്ലാവർക്കും വേണ്ടിയായിരുന്നു. അച്ഛൻ്റെ അമ്മയുടെ ചികിത്സയ്ക്ക്, സഹോദരൻ്റെ സഹോദരിയുടെ അല്ലെങ്കിൽ അവരുടെ വിവാഹത്തിന് വേണ്ടിയിട്ട്, ഒരു വീടിൻ്റെ ഒരു ചെറിയ മേൽക്കുരയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ചിട്ട് അവൻ യാത്രയായി. ആർക്ക് വേണേലും പണം അയക്കാം, ഫോൺ വിളിക്കാം, അവനൊന്ന് വിളിച്ചാൽ മതി. പക്ഷെ ഒരു കുടുംബ ഫോട്ടോയിലും ഒരു ആഘോഷത്തിൽ അവൻ്റെ മുഖമില്ല. അവ എല്ലാവരുടെയും പിന്നിൽ നിൽക്കുന്നൊരു തണലാണ്. അവ എല്ലാവർക്കും താങ്ങാം, പക്ഷെ ഒരിക്കലും ഇവരാരും അവനോട് ചോദിച്ചിട്ടില്ല നിനക്ക് ആരൊക്കെ ഉണ്ടെന്നുള്ളത്. ഒരിക്കലും ആരും അവനെ മാത്രം തേടി വന്നില്ല. അവനെ സ്നേഹിക്കാൻ പോലും ആരുമില്ല. അവനെ വെച്ച മൊബൈൽ, പണം, സ്നേഹം, ഇതൊക്കെ എല്ലാവർക്കും വേണം. അവൻ ആഗ്രഹിച്ചെല്ലാം ഒഴിവാക്കി മറ്റുള്ളവരുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് അവൻ മാറി. ഒടുക്കം അവനൊരു ദിവസം തിരിച്ചു വരും. പക്ഷെ അന്ന് അത് കാണാൻ അവനുണ്ടാവില്ല, അവനെ കാണാൻ ബാക്കി എല്ലാവരും ഉണ്ടാവും. എല്ലാവർക്കും വേണ്ടി എല്ലാമായവൻ, ആർക്കും വേണ്ടാത്തവൻ. അവൻ്റെ പേരാ പ്രവാസി.